വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ചുരുങ്ങിയ ചിലവിൽ കുഴൽക്കിണർ കുഴിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. 5, 6, 7 എന്നീ അളവുകളുള്ള ISI മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാനനിർണയം നടത്തി കുഴൽക്കിണർ കുഴിച്ചു കൊടുക്കുന്നു. പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ, പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചിലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഹാർഡ്വെയർ, പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, കൊപ്പം. ഫോൺ 7510616130 9846424518 9846616130. വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കാളികാവിനു സമീപം അടയ്ക്കാക്കുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയ്. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന വനമന്ത്രിയാണ് കേരളത്തിന്റേതെന്ന് ജോയ് കുറ്റപ്പെടുത്തി. ഇന്ന് കാളികാവ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഇതുപോലെ ഒരു പ്രതിഷേധ സമരം നടത്താനുണ്ടായ സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചു. നമുക്കൊപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഗഫൂർ പറക്കമുറ്റാത്ത 3 മക്കളെ തനിച്ചാക്കി ഒരാളെ കൊല്ലി കടുവയുടെ ആക്രമണത്തിന് ഇരയായി മരണപ്പെട്ടിരിക്കുകയാണ്. അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഗതിയാണ്. നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നിരന്തരമായ പരാതികൾ കൊടുത്തതാണ്. ഇവിടുത്തെ സാധാരണക്കാർ, രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് ആളെ കൊല്ലുന്ന കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം ഈ വനാന്തര മേഖലയിൽ ഉണ്ട് എന്ന് നമ്മൾ നിരന്തരമായി നിവേദനങ്ങളും പരാതികളും കൊടുത്തതാണ്. അതിനെ മുഖവിലക്കെടുക്കാൻ കേരളം ഭരിക്കുന്ന ഭരണകൂടം തയ്യാറായില്ല എന്നതാണ് ഏറ്റവും വലിയ നിരാശാജനകമായ യാഥാർത്ഥ്യം. ഈ വണ്ടൂരിന്റെ MLA ശ്രീ AP അനിൽകുമാർ ആഴ്ചകൾക്ക് മുമ്പാണ് ഇവിടെ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യമുണ്ട് എന്ന് കേരള നിയമസഭയിലാണ് പറഞ്ഞത്. അത് മൂളിക്കേട്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അത് മൂളിക്കേട്ടത് കേരളത്തിന്റെ വനം മന്ത്രിയാണ്. ഈ വിഷയത്തിനകത്തൊരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഞങ്ങൾ പറയുന്നു, ഈ കേസിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കുമെതിരാണ്. അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ. കടുവയെ കൂട് വെച്ച് പിടിക്കണമെന്ന് ഒരു MLA കേരള നിയമസഭയിൽ പറഞ്ഞതാണ്. ഒരു നടപടിയും സ്വീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല, കേരളത്തിന്റെ വനം മന്ത്രി തയ്യാറായില്ല എന്നതുകൊണ്ടാണ് ഈ ദുരന്തം ഇവിടെ ഉണ്ടായത്. ഇതിലെ 1-ാം പ്രതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, 2-ാം പ്രതി കേരളത്തിന്റെ വനം മന്ത്രിയാണ്. ആളുകളെ കൊല്ലുകയാണ്. ഈ മേഖലയിൽ ഒന്നും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ദുസ്സഹമായ സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വനാന്തര മേഖലകളിൽ ആളെ കൊല്ലുന്ന കടുവയുടെ, പുലിയുടെ, കാട്ടാനയുടെ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ, അവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇന്ന് പാവപ്പെട്ട അവന്റെ കുടിലിൽ പട്ടിണി കിടക്കേണ്ടുന്ന സാഹചര്യമാണ്. ജോലിയും കൂലിയും വേലയും ഇല്ലാതെ പാവപ്പെട്ടവർ പ്രയാസം അനുഭവിക്കുമ്പോ ഇവിടെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റിന് ഇല്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു പാവപ്പെട്ട മനുഷ്യനെ കടിച്ചു കീറി കടുവ ഭക്ഷിക്കുകയാണ് നമ്മുടെ കൺമുമ്പിലിട്ട് ഈ വനം മന്ത്രി. കേരളത്തിന്റെ വനം മന്ത്രി ഈ നിമിഷം വരെ ഇതിനോടൊന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അയാൾ കേരളത്തിന്റെ വനം മന്ത്രിയോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ വോട്ട് കുത്തിയിട്ടാണ് നിങ്ങൾ മന്ത്രിയായത്. ഞങ്ങൾ നാട്ടുകാർ, പാവപ്പെട്ട മനുഷ്യർ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് കുത്തിയാണ് നിങ്ങളെ ജയിപ്പിച്ചത്. ഈ കാട്ടിലെ കാട്ടാനയും കടുവയും പുലിയും വോട്ട് ചെയ്തിട്ടല്ല ഇയാൾ ജനപ്രതിനിധിയായി ജയിച്ചത്, മന്ത്രിയായി ജനിച്ചത്. ഇവിടെ ജനാധിപത്യം വാഴുന്ന മണ്ണാണ്. ഇവിടെ ഇന്ന് മൃഗാധിപത്യമാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ പാവപ്പെട്ടവനെ കടുവ കീറി ഭക്ഷിക്കുമ്പോ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. വനം മന്ത്രിയുടെ സ്ഥിതി എന്താ? അയാൾ നിയമസഭയിൽ പറയുന്നത്, ഞാൻ വനസംരക്ഷണ മന്ത്രിയാണ്, ഞാൻ മൃഗസംരക്ഷണ മന്ത്രിയാണ്. ഇവിടെ മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു മന്ത്രിയുണ്ടോ? വനം മന്ത്രി ചിരിക്കുകയാണ്. മനുഷ്യൻ മരിച്ചാൽ ചിരിക്കുകയാണ്, മൃഗം മരിച്ചു കഴിഞ്ഞാൽ മന്ത്രി ചാടി എണീറ്റ് മന്ത്രി കരയുകയാണ്. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുക
എന്ത് എന്ന് അയാൾക്ക് മനസ്സിലാകൂ. മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മന്ത്രിക്ക് മനസ്സിലാകാത്ത സാഹചര്യമാണ്. ഞങ്ങൾ പറയുന്നു, പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് ചവിട്ടിയറിക്കുന്ന പുല്ലിന്റെ വില പോലും നിങ്ങൾ കൽപ്പിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യമാണ്. ഞങ്ങൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു, പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം. പക്ഷേ ഈ പശ്ചിമഘട്ട മലനിരയിൽ ഒന്നടങ്കം പ്രിയപ്പെട്ടവരെ ആളെ കൊല്ലുന്ന വന്യജീവികളുടെ അധിവാസ കേന്ദ്രമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം സംരക്ഷണത്തിന് വേണ്ടി നിലപാടെടുക്കേണ്ടി വരും. ഞങ്ങൾ പറയുന്നു, പരിസ്ഥിതി സംരക്ഷണം ഞങ്ങളുടെ മുദ്രാവാക്യമാണ്. പക്ഷെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചൂട്ടുകെട്ട് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഈ പശ്ചിമഘട്ട മലനിര മനുഷ്യ ശവശരീരങ്ങൾ കൊണ്ട് ഇങ്ങനെ കുന്നുകൂടി കഴിഞ്ഞാൽ, മനുഷ്യ കബന്ധങ്ങൾ ഇങ്ങനെ ചിതറിക്കിടന്നു കഴിഞ്ഞാൽ, മനുഷ്യന്റെ ചുടചോര കൊണ്ട് ഈ പശ്ചിമഘട്ടം ഇങ്ങനെ ചുവന്ന് തുടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പശ്ചിമഘട്ട മലനാരകളെ കത്തിച്ചാമ്പലാക്കും. ചൂട്ടുകട്ടയെടുത്തുകൊണ്ട് ഇതിനൊക്കെ തീ കൊടുത്ത് ഈ പശ്ചിമഘട്ടത്തെ ഒരു ചാരക്കൂമ്പാരമാക്കി മാറ്റുന്നതിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ നയിക്കരുത് എന്നാണ്. കാളികാവിലെ ടാപ്പിംഗ് തൊഴിലാളിയുടെ ജീവനെടുത്ത കടുവയെ പിടികൂടുക, ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യവെയാണ് വനം മന്ത്രിക്കെതിരായ വിമർശനം. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന കടൽക്കിഴവനാണ് കേരളത്തിന്റെ വനമന്ത്രി. അയാളുടെ കൈയും കാലും കെട്ടി കടുവാക്കൂട്ടിലേക്ക് ഇട്ടാലേ പ്രാണഭയത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയെന്ന് അയാൾക്ക് മനസ്സിലാകൂ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ചൂട്ടുകറ്റ ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും. പശ്ചിമഘട്ട മലനിരകൾ മനുഷ്യ ശവശരീരങ്ങൾ കൊണ്ട് കുന്നുകൂടിക്കഴിഞ്ഞാൽ, മനുഷ്യ കബന്ധങ്ങൾ ചിതറിക്കിടന്നു കഴിഞ്ഞാൽ, മനുഷ്യന്റെ ചുടുചോര കൊണ്ട് പശ്ചിമഘട്ടം ചുവന്നു തുടുക്കാൻ കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തെ കത്തിച്ചാമ്പലാക്കും. കേരളത്തിൽ ജനാധിപത്യമല്ല മൃഗാധിപത്യമാണ് നടക്കുന്നത്. നഷ്ടപരിഹാരം മാത്രമല്ല നടപടിയും ഉണ്ടാകണം. ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നും VS ജോയ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാളികാവ്.